യഥാവിധി നമ്മൾ ക്ഷേത്ര ആരാധന നടത്തുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ഹിന്ദുവിന്റെ അടിത്തറയാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് പൂജാമുറിയിലേക്ക് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ക്ഷേത്ര ആരാധന നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും ആദ്യം നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ്, ആദ്യം തന്നെ ചാടി കയറി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല, അവിടെ തടയും. അപ്പൊ അവിടെ പോകണമെങ്കിൽ അവിടെ ആദ്യം പെർമിഷൻ എടുക്കണം, അവരുടെ സെക്യൂരിറ്റി ഉണ്ടാകും, അവിടുത്തെ PA ഉണ്ടാവും, ഇവരുടെ ഒക്കെ അനുവാദം വാങ്ങിയിട്ടാണ് വേണ്ടത്. എന്നാൽ ഈ നാടിന്റെ നാഥനായിട്ടുള്ള, നമ്മുടെയൊക്കെ നാഥനായിട്ടുള്ള ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ചാടിക്കേറി പോവുകയല്ല വേണ്ടേ. ആ ഭഗവാന്റെ കാവൽക്കാരുണ്ട്, ഉപദേവന്മാരുണ്ട്, സംരക്ഷകരുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന്റെ കിഴക്കു ഭാഗത്ത് മുന്നിൽ ഒരു വലിയൊരു വലിക്കല്ലുണ്ട്. ആ വലിക്കലിന്റെ പേര്, ഇത് ശിവക്ഷേത്രമായതുകൊണ്ട് ആ വലിക്കലിന്റെ പേര് ഹരസേനൻ എന്നാണ്. ഏതൊരാളും ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം തൊഴേണ്ടത് ആ ഹരസേനൻ എന്ന് പറയുന്ന ഈ ദേവന്റെ സർവ സൈനാധിപന്റെ മുമ്പിലാണ് പോയി തൊഴേണ്ടത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാളെ മൈൻഡ് ചെയ്യാണ്ട ചാടി കയറി പോവാ ഉള്ളിലേക്ക്, അറിവില്ലായ്മ കൊണ്ട്. അവിടെ തൊഴുത് ഈ നാടിന്റെ നാഥനായ എന്റെ ദേവനായ ആ ഭഗവാനെ തൊഴാനുള്ള അനുവാദം തരണേ ഭഗവാനെ, അനുഗ്രഹം തരണേ ഭഗവാനെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. പക്ഷേ അവിടെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തുമായിട്ട് 8 ദിക്കിലായിട്ട് ഈ ഹരസേനൻ എന്ന് പറയുന്ന സർവ സൈനാധിപന്റെ കീഴിലുള്ള ഉപസൈന്യാധിപന്മാര് അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. 8 ദിക്കിൽ നിൽക്കുന്ന ആ ഉപസൈനാധിപന്മാരടുത്തും പോകണം, ആ ഉപദേവന്മാരടുത്തും പോകണം, അനുഗ്രഹവും അനുവാദവും വാങ്ങാൻ. അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് അനുഗ്രഹവും അനുവാദം വാങ്ങിക്കണം. നമ്മൾ പറയും അത് ബലിക്കല്ലാണ്, ചെറിയ ബലിക്കല്ലാണെന്ന് പറയും. ആ ബലിക്കലിന്റെ അരികിൽ അത് ദേവന്മാരാണ്, ഭഗവാന്റെ കാവൽക്കാരാണ് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രദക്ഷിണം വെക്കണം. അതാണ് വേണ്ടത്. ആ അവസരത്തിൽ അവിടെ എല്ലായിടത്തും പോയതിനു ശേഷമാണ് നമ്മൾ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. നാലമ്പലത്തിന്റെ ഉള്ളിൽ, ഇത് ശിവക്ഷേത്രമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആൾക്കാർക്ക് പല സംശയവും ഉണ്ടാവും, അബദ്ധങ്ങൾ കാണിക്കരുത്. നാലമ്പലത്തിൽ കയറിയാലും നേരെ പ്രധാന ദേവന്റെ അരികിലേക്ക് പോകാൻ പാടില്ല. ഏറ്റവും അവസാനമാണ് സർവസൈന അല്ലെങ്കിൽ ദേവന്റെ അരികിലേക്ക് പോകേണ്ടത്. നമുക്ക് വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയൽവാസിയായിട്ട് പ്രശ്നമുണ്ട്, ആദ്യം നമ്മൾ ആരടുത്ത കംപ്ലൈന്റ് കൊടുക്കുക? എവിടെ കൊടുക്കുക? ആർക്കും പറയാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിലല്ലേ? പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത കോടതിയിൽ പോകും അല്ലേ? അങ്ങനെ സബ് കോടതി പോയി, ജില്ലാ കോടതി പോയി, ഹൈക്കോടതി പോയി, ഏറ്റവും അവസാനം എവിടെ പോവാ? സുപ്രീം കോടതി പോയി. എന്നാൽ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചോളം സുപ്രീം പവറാണ് ഇവിടുത്തെ ശിവഭഗവാന്. അവിടത്തേക്കല്ല നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത്. അവിടുന്ന് നമ്മൾ നേരെ അതിന് ചുറ്റുമുള്ള അഷ്ടദിക്പാലകരായിട്ടുള്ള ദേവന്മാരുണ്ട്, 8 ദിക്കിൽ നിൽക്കുന്ന ആ ദേവന്മാര്, അവരടുത്തേക്ക് നമ്മൾ പോകണം. അവിടെ പോയിട്ട് ഓരോ ദേവന്മാരടുത്തും നമ്മൾ പോകുന്ന അവസരത്തിൽ ചിന്തിക്കുക, അതിന്റെ ഈശാന് കോണില് ഒരു ദേവതാ സങ്കല്പമുണ്ട്, അത് അനന്തനാണ്. ഈശാനോണല്ല, കന്നിക്കോണിൽ, നിരർത്തി കോണിൽ അവിടെ അനന്തൻ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. ഈശാന് കോണിൽ ബ്രഹ്മാവുമുണ്ട്. ഇത് കൂടാതെ എല്ലാ ക്ഷേത്രത്തിലും ഗണപതിയും സപ്തമാതാക്കളും അതുപോലെ സുബ്രഹ്മണ്യനും എല്ലാവരും ഈ ക്ഷേത്രത്തിൽ കാവൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശാസ്താവുമുണ്ട്. അയ്യപ്പനല്ല, ശാസ്താവുമുണ്ട്.